മാസിലാണെങ്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത് PCOE 141 പ്രിൻസിപ്പിൾ ഓഫ് മാർക്കറ്റിങ്ങിൻ്റെ ലാസ്റ്റ് വരുന്ന ബ്ലോക്കുകളാണ്. ഫസ്റ്റ് വൺ ബ്ലോക്ക് 4, അതിനകത്ത് വരുന്നത് യൂണിറ്റ് 11 ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട് 1. എന്താണ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ, ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആർ ദ പാർട്ട് ത്രൂ വിച്ച് പ്രൊഡക്റ്റ് മൂവ് ഫ്രം പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ. പ്രൊഡക്റ്റ് പ്രൊഡ്യൂസറിന് കൺസ്യൂമറിലേക്ക് പോകുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഒരു വഴിയാണ്, പാത്തിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എന്ന് പറയുന്നത്. അത് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? റൈറ്റ് പ്ലേസിൽ റൈറ്റ് ടൈമിൽ പ്രൊഡക്റ്റ് എത്തുന്നതിന് വേണ്ടി ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്? പ്രൊഡ്യൂസർ, ഇൻ്റർമീഡിയറ്റ്സ്, കൺസ്യൂമേഴ്സ്. ഇൻ്റർമീഡിയറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറിന് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നവർ. ഇൻ്റർമീഡിയറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീറ്റെയിലേഴ്സോ ഏജൻസോ ഹോൾസെയിലറോ ആയിരിക്കും. കൺസ്യൂമർ നമ്മൾ ഉപയോഗിക്കുന്ന വ്യക്തികൾ, ഇത് വാങ്ങുന്ന ആൾക്കാർ. ഇൻ ഫങ്ഷൻസ് ഓഫ് ചാനൽ നമുക്ക് നോക്കാം. ട്രാൻസാക്ഷണൽ ചാനലിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ബൈങ്, സെല്ലിങ്, റിസ്ക് ബെയറിംഗ് ആണ്. വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതാണ്. അത് കുറച്ചുകൂടെ റിസ്ക് ബെയറിംഗ് ഫങ്ഷൻ എന്താണ് ചാനലാണ്. ലോജിസ്റ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ, ക്രിയേറ്റ് പ്രൊഡക്റ്റിൻ്റെ സ്റ്റോറേജ് ചെയ്യുക, അതിന് ട്രാൻസ്പോർട്ട് ചെയ്യുക, അതിന് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫെസിലിറ്റേറ്റിംഗ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻസ്, ആഫ്റ്റർ സെയിൽ സർവീസസ്, മാർക്കറ്റ് ഇൻഫർമേഷൻ ആണ്. ടൈപ്പ് ഓഫ് ചാനൽ നോക്കാം. ഡയറക്റ്റ് ചാനലാണ് പ്രൊഡ്യൂസർ സെൽ ഡയറക്റ്റ് ടു കൺസ്യൂമർ. പ്രൊഡ്യൂസർ അവരുടെ പ്രൊഡക്റ്റ് ഡയറക്റ്റ്ലി കൺസ്യൂമറിലേക്ക് എത്തിക്കുകയാണ്, കസ്റ്റമറിലേക്ക് എത്തിക്കുകയാണ്. എക്സാമ്പിൾ കമ്പനി ഔട്ട്ലെറ്റ്, ഓൺലൈൻ സെയിൽസ്. ഇൻഡയറക്റ്റ് ചാനൽ എന്ന് പറഞ്ഞാൽ മിഡിൽ മാൻ ആർ ഇൻവോൾവ്ഡ്. അതിനകത്ത് എന്ത് ചെയ്യും? ഹോൾസെയിലോ റീറ്റെയിലറോ, അതിനകത്ത് ഫോർ എക്സാമ്പിൾ അതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. പ്രൊഡ്യൂസറിന് ഹോൾസെയിലർ വാങ്ങും, ഹോൾസെയിലറിന് റീറ്റെയിലർ വാങ്ങും, റീറ്റെയിലർ എടുക്കുന്ന കൺസ്യൂമർ വാങ്ങും. അങ്ങനെയാണ് ഇൻഡയറക്റ്റ് ചാനൽ പോകുന്നത്. ഇനി മൾട്ടി ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസിങ് ബോത്ത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടുഗെദർ. ഡയറക്റ്റും ഇൻഡയറക്റ്റും ഒരുമിച്ച് വരുന്നതാണ് മൾട്ടി ചാനൽ. പിന്നെ ഡിജിറ്റൽ ചാനൽ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം ലൈക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ പ്രൊഡക്റ്റ് വിൽക്കുന്നതാണ്. ഇനി ചാനൽ സ്ട്രാറ്റജി, ഡിസ്ട്രിബ്യൂഷൻ ഇൻറ്റൻസിറ്റി നമുക്ക് നോക്കാം. ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഔട്ട്ലെറ്റ്സ് ഉണ്ടാവും. പ്രൊഡക്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ കൺവീനിയൻസ് ഗുഡ്സ് ആയിരിക്കും, ലൈക്ക് സോഫ്റ്റ് ഡ്രിങ്ക്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം അതിന് വേണ്ടിയിട്ടുള്ള ഔട്ട്ലെറ്റ്സ് ഒരുപാടുണ്ടാവും, ഒരുപാട് ഷോപ്പുകളുണ്ടാവും. സെലക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് ഔട്ട്ലെറ്റ്സ് ആയിരിക്കും, ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ടാവും, ലിമിറ്റഡ് ആയിരിക്കും. ഷോപ്പിംഗ് ഗുഡ്സ് ആയിരിക്കും, അതിൻ്റെ പ്രൊഡക്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് ഗുഡ്സ് ആയിരിക്കും. എക്സാമ്പിൾ ക്ലോത്തിങ്. ഇനി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ അതിലധികമോ ഔട്ട്ലെറ്റ്സ് മാത്രമായിരിക്കും. സ്പെഷ്യാലിറ്റി ഗുഡ്സ് ആയിരിക്കും അവിടുത്തെ പ്രൊഡക്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കാറ്, ലക്ഷറി ഐറ്റംസ്. യൂണിറ്റ് 12 ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട് 2. റോൾ ഓഫ് മിഡിൽമാൻ. മിഡിൽമാൻ്റെ റോൾ എന്തൊക്കെയാണ്? റെഡ്യൂസ് ബർഡൻ ഓഫ് പ്രൊഡ്യൂസറിൻ്റെ എന്താണ് ഭാരം കുറക്കുക എന്നുള്ളതും, കസ്റ്റമറിലേക്ക് സാധനം കറക്റ്റായിട്ട് ഈസി ആയിട്ട് എത്തിക്കുക എന്നുള്ളതും, കസ്റ്റമർ സർവീസസും പ്രൊമോഷനും ഫിനാൻസിങ് സ്റ്റോറേജ് പോലുള്ളവ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതുമാണ് എന്താണ് മിഡിൽമാൻ്റെ റോൾ എന്ന് പറയുന്നത്. ഇനി ടൈപ്പ് ഓഫ് മിഡിൽമാൻ നമുക്ക് നോക്കാം. മെർച്ചൻ്റ് മിഡിൽമാൻ എന്ന് പറഞ്ഞാൽ മെർച്ചൻ്റ് മിഡിൽമാൻ എന്ന് പറഞ്ഞാൽ ബൈ ആൻഡ് സെൽ ഗുഡ്സ് ഇൻ ദിയർ ഓൺ നെയിം. അവർ സ്വന്തം പേരിൽ തന്നെ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. എക്സാമ്പിൾ ആരാണ്? ഹോൾസെയിലർ, റീറ്റെയിലർ. ഫങ്ഷണൽ മിഡിൽമാൻ എന്ന് പറഞ്ഞാൽ ഡു നോട്ട് ബൈ ഗുഡ്സ് ബട്ട് ഹെൽപ്പ് ഇൻ സെല്ലിങ്. അവർ ഗുഡ്സ് വാങ്ങില്ല, പക്ഷെ അത് വിൽക്കാൻ ഹെൽപ്പ് ചെയ്യും. എക്സാമ്പിൾ ഏജൻറ്റ്, ബ്രോക്കേഴ്സ്, ഓപ്ഷണറീസ്. നെക്സ്റ്റ് ഹോൾസെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ബൈ ഗുഡ്സ് ഇൻ എ ലാർജ് ക്വാണ്ടിറ്റീസ് ആൻഡ് സെൽ ടു റീറ്റെയിലേഴ്സ് ഓർ ഇൻഡസ്ട്രീസ്. ഹോൾസെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ ബൾക്കായിട്ട് വാങ്ങിയിട്ട്, ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങിയിട്ട് റീറ്റെയിലർക്കോ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിലേക്കോ വിൽക്കുന്ന ആൾക്കാരാണ് ഹോൾസെയിലർ എന്ന് പറയുന്നത്. അവർ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ബൾക്കായിട്ട് ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങുക, അതിനെ സ്റ്റോറേജ് ചെയ്യുക, ട്രാൻസ്പോർട്ട് ചെയ്യുക, അതിന് ആവശ്യമായിട്ടുള്ള അതിൻ്റെ റിസ്ക് എടുക്കുക. പിന്നെ റീറ്റെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ ഗുഡ്സ് ഡയറക്റ്റ് ടു ഫൈനൽ കസ്റ്റമർ. നമ്മൾ ചാർട്ടിൽ കണ്ടു, പ്രൊഡ്യൂസർ, ഹോൾസെയിലർ, റീറ്റെയിലർ, ദെൻ കൺസ്യൂമർ. അപ്പം തേർഡ് വരുന്ന വ്യക്തിയാണ് റീറ്റെയിലർ എന്ന് പറയുന്നത്. റീറ്റെയിലർ എന്ത് ചെയ്യുന്നു? ലാസ്റ്റ് ആ ചെയിനിലെ കൺസ്യൂമറിലേക്ക് സാധനം എത്തിക്കുന്ന വ്യക്തിയാണ് റീറ്റെയിലർ. ടൈപ്പ് ഓഫ് റീറ്റെയിലേഴ്സ് നോക്കാം. ഇൻറൻറ്റ് സെല്ലേഴ്സ് അഥവാ ഹോക്കർ, സ്ട്രീറ്റ് വെൻഡേഴ്സ്, ഹോക്കേഴ്സ്. ഫിക്സ്ഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ, സൂപ്പർ മാർക്കറ്റ്സ്, ഫ്രാഞ്ചൈസി സ്റ്റോഴ്സാണ്. ഇനി യൂണിറ്റ് 13 ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ദ ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഫ്രം ഫാക്ടറി ടു കസ്റ്റമർ. ഫിസിക്കൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫാക്ടറിയിൽ നിന്ന് കസ്റ്റമറിലേക്ക് എത്തുന്നതിനെയാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സിൻ്റെ ഫിസിക്കൽ മൂവ്മെൻ്റ് ആണ്. ഫാക്ടറിയിൽ നിന്ന് കസ്റ്റമറിലേക്ക് എത്തുന്ന ഫിസിക്കൽ മൂവ്മെൻറ്റിനെയാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ കോമ്പോണൻസ് ഓഫ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം.
ഫസ്റ്റ് വൺ ഓർഡർ പ്രോസസ്സിങ്, റിസീവിങ് ആൻഡ് കംപ്ലീറ്റിംഗ് കസ്റ്റമർ ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിസീവ് ചെയ്യും, അത് കസ്റ്റമറിൻ്റെ ഓർഡർ കംപ്ലീറ്റ് ചെയ്യുന്നു. വെയർ ഹൗസിങ്, സ്റ്റോറേജ് ഓഫ് ഗുഡ്സ്. ഇൻവെൻട്രി കൺട്രോൾ, മാനേജിങ് സ്റ്റോക്ക് ടു അവോയ്ഡ് ഷോർട്ടേജ് ഓർ ഓവർ സ്റ്റോക്കും ഷോർട്ടേജും ഒഴിവാക്കുന്നതിന് വേണ്ടി ഇൻവെൻട്രി കൺട്രോൾ ചെയ്യുന്നു. ട്രാൻസ്പോർട്ടേഷൻ, മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഇതുവഴി റോഡ്, റെയിൽ, എയർ, വാട്ടർ വഴി എന്ത് ചെയ്യുന്നു, നമ്മൾ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്ത് കറക്റ്റ് സ്ഥലത്തെത്തിക്കുന്നു. ഇൻഫർമേഷൻ ഓഫ് ഫ്ലോ, ട്രാക്കിംഗ് സ്റ്റോക്ക് ആൻഡ് ഡെലിവറി, സ്റ്റോക്കും ഡെലിവറി എന്ത് ചെയ്യുന്നു, ട്രാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കോമ്പോണൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ഇതിൻ്റെ ലക്ഷ്യം? പ്രൊവൈഡ് ഗുഡ് കസ്റ്റമർ സർവീസസ്, കറക്റ്റായിട്ടുള്ള കസ്റ്റമർ സർവീസ് നൽകുക. റെഡ്യൂസ് ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് കുറക്കുക. എൻഷുർ ഗുഡ്സ് റീച്ച് കസ്റ്റമർ അറ്റ് ദ റൈറ്റ് ടൈം ആൻഡ് പ്ലേസ്, കറക്റ്റ് സമയത്ത് കറക്റ്റ് സ്ഥലത്ത് തന്നെ കസ്റ്റമറുടെ കയ്യിൽ സാധനം എത്തിക്കുക എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇത്രയൊക്കെയാണ് എന്താണ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്രോച്ചസ് നോക്കാം. ടോട്ടൽ സിസ്റ്റം അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഓൾ ആക്ടിവിറ്റീസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ മസ്റ്റ് ബി കോർഡിനേറ്റഡ്, എല്ലാ ഡിസ്ട്രിബ്യൂഷൻ്റെ എല്ലാ പ്രവർത്തികളും എന്ത് ചെയ്യണം, ഒരുപോലെ കോർഡിനേറ്റഡ് ആയിരിക്കും. ടോട്ടൽ സിസ്റ്റം അപ്രോച്ച് എന്ന് പറഞ്ഞാൽ. ടോട്ടൽ കോസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ് ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് റാദർ ദാൻ കോസ്റ്റ് ഓഫ് ജസ്റ്റ് വൺ ആക്ടിവിറ്റി. എന്താണ് ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് കുറക്കുക എന്നുള്ളതാണ്, ഒരു ആക്ടിവിറ്റിയുടെ മാത്രം കുറക്കാതെ ടോട്ടലായിട്ടുള്ള കോസ്റ്റ് കുറക്കുക എന്നുള്ളതാണ് ടോട്ടൽ കോസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ട്രാൻസ്പോർട്ട് പ്ലസ് വയർ ഹൗസിംഗ് പ്ലസ് ഇൻവെൻട്രി ടുഗെദർ. ഇനി യൂണിറ്റ് 14 പ്രൊമോഷൻ മിക്സ്. പ്രൊമോഷൻ മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് പ്രൊമോഷണൽ ടൂൾസ് യൂസ് ടു ബൈ ബിസിനസ് ടു പ്രൊമോട്ട് ഇറ്റ്സ് പ്രൊഡക്ട്സ്. ഒരു കമ്പനി, ഒരു ബിസിനസ് അതിനെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന പ്രൊമോഷൻ ടൂൾസിൻ്റെ കോമ്പിനേഷനാണ് പ്രൊമോഷൻ മിക്സ് എന്ന് പറയുന്നത്. അതിൽ മെയിൻ എലമെൻറ്റ്സ് ഓഫ് പ്രൊമോഷൻ മിക്സ് എന്തൊക്കെയാണ്? അഡ്വർടൈസിങ്, പെയ്ഡ് മെസ്സേജ് ത്രൂ മീഡിയയിലൂടെ പെയ്ഡ് ചെയ്തിട്ടുള്ള മെസ്സേജ് നൽകുക. അതൊരു ആൾക്കാരിലേക്ക് കൂടുതൽ എത്താനും ഒരുപാട് ആൾക്കാരിലേക്ക് എത്താനും സാധിക്കും. അത് മാസ് അവയർനെസ് ആണ്. പേഴ്സണൽ സെല്ലിങ്, പേഴ്സൺ ടു പേഴ്സൺ സെല്ല് ചെയ്യുക. അതുപോലെ സെയിൽ പ്രൊമോഷൻസ്, ഷോർട്ട് ടേം ഓഫേഴ്സ് നൽകുക, ക്വിക്ക് സെയിൽസ് നമുക്ക് ലഭിക്കും. അതുപോലെ പബ്ലിസിറ്റി, അൺപെയ്ഡ് മീഡിയ കവറേജ് ആണ് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. ഇമേജ് ബിൽഡിംഗ് ആണ് അതിൻ്റെ ഗോൾ എന്ന് പറയുന്നത്. ഇനി വൈ പ്രൊമോഷൻ മിക്സ് ഇമ്പോർട്ടൻറ്റ്, എന്തുകൊണ്ടാണ് പ്രൊമോഷൻ മിക്സ് ഇമ്പോർട്ടൻ്റ് ആകുന്നത്? കസ്റ്റമറിലേക്ക് നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എത്തിക്കുന്നതിനും പേഴ്സ്യൂ ദം ടു ബൈ, അവരെ വാങ്ങുന്നതിന് വേണ്ടി അവരിലേക്ക് ആ ഇൻഫർമേഷൻ എത്തിക്കുക, അവരെ വാങ്ങുന്നതിന് വേണ്ടി അവരെ പേഴ്സ്യൂ ചെയ്യാം. റിമൈൻഡ് ദം ടു കണ്ടിന്യൂ ബൈ, വീണ്ടും നമ്മൾ അവരെ വീണ്ടും നമ്മൾ പ്രൊമോട്ട് ചെയ്ത് നമ്മൾ പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുമ്പം ആ സാധനം വീണ്ടും വാങ്ങുന്നതിന് അവരെ എന്ത് ചെയ്യുക, സന്നദ്ധരാക്കുകയാണ്. ബിൽഡ് ബ്രാൻഡ് ഇമേജ്, ഒരു ബ്രാൻഡിൻ്റെ ഇമേജ് ബിൽഡ് ചെയ്യുന്നതിനും പ്രൊമോഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പ്രൊമോഷൻ മിക്സ്. പ്രൊമോഷൻ മിക്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നേച്ചർ ഓഫ് പ്രൊഡക്റ്റ്, ചീപ്പാണോ, എക്സ്പെൻസീവ് ആണോ, സിമ്പിളാണോ, കോംപ്ലക്സ് ആണോ എന്നുള്ളത് പ്രൊമോഷനെ ബാധിക്കുന്നതാണ്. ടൈപ്പ് ഓഫ് കസ്റ്റമർ, അർബൻ ആണോ, റൂറൽ ആണോ, ഇൻഡസ്ട്രിയൽ ആണോ, ഏത് തരത്തിലുള്ള കസ്റ്റമറാണോ അതനുസരിച്ചിട്ടായിരിക്കും അത് നമ്മൾ പ്രൊമോഷനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ബഡ്ജറ്റ് അവൈലബിലിറ്റി, നമുക്ക് എത്രത്തോളം ബഡ്ജറ്റ് നമുക്ക് ഒരു പ്രൊമോഷൻ നടത്താനുണ്ട് എന്നുള്ളത്. അതുപോലെ കോമ്പറ്റീഷൻ ഇൻ മാർക്കറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രൊമോഷൻ മിക്സിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി യൂണിറ്റ് 15 പേഴ്സൺ സെല്ലിംഗ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ. ഇത് 185 ചാപ്റ്റേഴ്സ് ആയിട്ട് സിമിലർ ആണ്. പേഴ്സണൽ സെല്ലിങ് അപ്പോൾ നോക്കാം. പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനാണ്. സെല്ലറും കസ്റ്റമറും തമ്മിലുള്ള ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇത് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും? കോസ്റ്റ്ലി ടെക്നിക്കലായിട്ടുള്ള ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് വിൽക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളായൊരു മെത്തേഡാണ് പേഴ്സണൽ സെല്ലിങ്. എക്സാമ്പിൾ മെഷീനറി, ഇൻഷുറൻസ്. സ്റ്റെപ്സ് ഇൻ പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ പ്രോസസ് എന്തൊക്കെയാണ്? പ്രോസ്പെക്റ്റ്, ഫൈൻഡിങ് പോസിബിൾ കസ്റ്റമർ, കറക്റ്റായിട്ടുള്ള കസ്റ്റമറെ കണ്ടെത്തുക, ആ കസ്റ്റമറെ കുറിച്ച് പഠിക്കുക, പ്രീ അപ്രോച്ച് അവരെ മീറ്റ് ചെയ്യുക, അവരെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അവരെ മീറ്റ് ചെയ്യുക, പ്രസൻറ്റേഷൻ, അവരെന്താണോ പ്രൊഡക്റ്റാണ് എന്താണോ വിൽക്കാൻ പോകുന്നത്, എന്താ സർവീസാണോ നൽകുന്നത് അതിനെക്കുറിച്ചിട്ട് ഫീച്ചേഴ്സും ബെനിഫിറ്റ്സൊക്കെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഹാൻഡിൽ ഒബ്ജെക്ഷൻസ്, അവരുടെ ഡൗട്ട്സൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്ത് കൊടുക്കുക. ക്ലോസിങ്, കംപ്ലീറ്റ് ദ സെയിൽസ് കംപ്ലീറ്റ് ചെയ്യുക. ഫോളോ അപ്പ് ആഫ്റ്റർ ദ സെയിൽസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കസ്റ്റമർ സർവീസസ് നൽകുക, അവർ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തുക. ഇനി ക്വാളിറ്റി ഓഫ് ഗുഡ് സെയിൽസ് പേഴ്സൺ, നല്ലൊരു സെയിൽസ് പേഴ്സൻ്റെ ക്വാളിറ്റി എന്തൊക്കെയാണ്? ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവും, പ്ലസൻറ്റ് പേഴ്സണാലിറ്റി ആയിരിക്കും, കോൺഫിഡൻ്റ് ആയിരിക്കും, ഹോണസ്റ്റി ആയിരിക്കും, പേഷ്യൻസ് ആൻഡ് പൊളൈറ്റ്നെസ് ആയിരിക്കും. സെയിൽ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ഇൻസെൻറ്റീവ് ആൻഡ് ഓർ ടെക്സ്റ്റ് ടു ഇൻക്രീസ് സെയിൽസ് ആണ്.
അതുപോലെ വർക്ക് വിത്ത് അഡ്വർടൈസിങ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ് ആണ് സെയിൽ പ്രൊമോഷൻ എന്ന് പറയുന്നത്. ടൂൾസ് ഫോർ സെയിൽസ് പ്രൊമോഷന് ആവശ്യമായിട്ടുള്ള ടൂൾസ് എന്തൊക്കെയാണ്? ഡിസ്കൗണ്ട്സ് നൽകുക, കൂപ്പൺ നൽകുക, ബൈ വൺ ഗെറ്റ് വൺ പോലത്തുള്ള എന്താണ് കാര്യങ്ങൾ കൊടുക്കുക, ഫ്രീ സാമ്പിൾസ് കൊടുക്കുക, കോൺസ്റ്റൻറ്റ് ആൻഡ് ലക്കി ഡ്രോസ് കൊടുക്കുക, ഗിഫ്റ്റ് ഓർ പ്രീമിയം പോലത്തുള്ള കാര്യങ്ങൾ, ഒരുപാട് ഓഫറുകൾ നമ്മൾ നൽകിക്കൊണ്ട് എന്ത് ചെയ്യുക, നമ്മളെ സെയിൽസ് പ്രൊമോഷൻ്റെ ടൂൾസുകളാണ് ഇതൊക്കെ. എന്ത് ചെയ്യും? നമ്മളെ സെയിൽസ് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇനി ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എഫക്റ്റ് ഈസ് ഷോർട്ട് ലിമിറ്റ്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്കൗണ്ട്, കൂപ്പൺസ്, ബൈ വൺ ഗെറ്റ് വൺ എന്നൊക്കെ പറയുന്നതിൻ്റെ എഫക്റ്റ് എന്താണ്? വളരെ കുറച്ച് കാലത്ത് നിലനിൽക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊരു ലോങ് ടൈം നിൽക്കുന്നൊരു കാര്യമല്ല. സെയിൽസ് ഇൻക്രീസ് ഓൺലി ഫോർ ഷോർട്ട് ടൈം. കുറച്ചൊരു കാലത്തേക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരു സെയിൽസ് നമുക്ക് കൂട്ടാൻ സാധിക്കുകയുള്ളൂ. ഇനി യൂണിറ്റ് 16 അഡ്വർടൈസിങ് ആൻഡ് പബ്ലിസിറ്റി. അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെയ്ഡ് പ്രൊമോഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ത്രൂ ദ മാസ് മീഡിയയിലൂടെ നമ്മുടെ ഗുഡ്സിനെ സർവീസിനെ കുറിച്ചുള്ള പ്രൊമോഷൻ പെയ്ഡ് ആയിരിക്കും. നമ്മൾ പണം നൽകിക്കൊണ്ട് നൽകുന്ന പ്രൊമോഷനാണ്. എക്സാമ്പിൾ TV ആഡ്സ്, ന്യൂസ് പേപ്പർ ആഡ്സ്, യൂട്യൂബ് ആഡ്സ്, ബിൽബോർഡ് ആഡ്സ് ഒക്കെ. അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? അതിൻ്റെ ലക്ഷ്യം എന്താണ്? അഡ്വർടൈസിങ്ങിൻ്റെ നമ്മൾ ഒരു പുതിയ പ്രൊഡക്റ്റൊക്കെ ഇറക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ആൾക്കാരിലേക്ക് അത് എത്തിക്കണം. അപ്പോൾ അത് ഇൻഫർമേഷനായിട്ട് നൽകുക, എന്താണ് പെർസ്യൂ ചെയ്യുക, കസ്റ്റമറെ റിമൈൻഡ്, കണ്ടിന്യൂ പർച്ചേസ്. നമ്മൾ മുകളിൽ പറഞ്ഞതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. ലക്ഷ്യം എന്താണ് അഡ്വർടൈസ് ചെയ്യുന്നതിൻ്റെ, പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ. ബിൽഡ് ബ്രാൻഡ് ഇമേജ്, ഇതൊക്കെയാണ്. മീഡിയ യൂസ്ഡ് ഇൻ അഡ്വർടൈസിങ് യൂസ് ചെയ്യുന്ന മീഡിയാസ് എന്തൊക്കെയാണ്? പ്രിൻറ്റ്, ന്യൂസ് പേപ്പർ, മാഗസിൻസ്, ബ്രോഡ്കാസ്റ്റ് ആയിട്ടുള്ള TV, റേഡിയോ ചാനലുകൾ, ഔട്ട്ഡോർ ആയിട്ടുള്ള ഹോർഡിങ്സ്, പോസ്റ്റേഴ്സ്, അതുപോലെ ഡിജിറ്റൽ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ, യൂട്യൂബ്, ഗൂഗിൾ ആഡ്സ്, ഇൻസ്റ്റാഗ്രാം, ഇതൊക്കെ വരും അതിനകത്ത്. ഈ പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ അൺപെയ്ഡ് പ്രൊമോഷൻ ഡൺ ത്രൂ മീഡിയ. നമ്മൾ പേയ്മെൻ്റ് ഒന്നും ചെയ്യാതെ നടക്കുന്ന പ്രൊമോഷനാണ്, മീഡിയ ത്രൂ നടക്കുന്ന പ്രൊമോഷനാണ്. എക്സാമ്പിൾ ന്യൂസ് ആർട്ടിക്കിൾ അബൌട്ട് കമ്പനീസ് അച്ചീവ്മെൻറ്റ്സ്. നമ്മൾ ന്യൂസിൽ വരുന്നതാണ്, ന്യൂസ് ആർട്ടിക്കിൾ വരികയാണ് കമ്പനിയുടെ അച്ചീവ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള. ഇനി അഡ്വർടൈസിങ് വേഴ്സസ് പബ്ലിസിറ്റി നമുക്ക് നോക്കാം. അതിൻ്റെ ഒരു കമ്പാരിസൺ നോക്കാം. അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ പെയ്ഡ് ആയിരിക്കും, പബ്ലിസിറ്റി ഫ്രീ ആയിരിക്കും. അഡ്വർടൈസിങ് നമുക്ക് ഫുൾ കൺട്രോൾ ഉണ്ടാകുന്ന, പബ്ലിസിറ്റി നമുക്ക് കൺട്രോൾ ഇല്ല. ക്രെഡിബിലിറ്റി അഡ്വർടൈസിങ് മീഡിയമാണ്, പബ്ലിസിറ്റി എന്താണ്? ഹൈ ആണ്. മെസ്സേജ് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തായിരിക്കും. പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ന്യൂസ് ബേസ്ഡ് ആയിരിക്കും. നെക്സ്റ്റ് യൂണിറ്റ് 17 സർവീസ് മാർക്കറ്റിംഗ്. Marketing of intangible activities such as banking, insurance, education, transport, hospitality, etc. സർവീസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, സർവീസ് എന്ന് പറഞ്ഞാൽ സേവനങ്ങൾ നൽകുക. അപ്പം അത് ഇൻറ്റാഞ്ചിബിൾ ആണ്, നമുക്ക് തൊടാൻ പറ്റാത്ത ഒരു പ്രൊഡക്റ്റിനെ പോലെ നമുക്ക് തൊടാൻ സാധിക്കില്ല. ഇൻറ്റാഞ്ചിബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്, ലൈക്ക് ബാങ്കിങ്, ഇൻഷുറൻസ്, എഡ്യൂക്കേഷൻ, ട്രാൻസ്പോർട്ട്, ഇതൊക്കെയാണ് അത് വരുന്നത്. ഇതിന് ഫീച്ചേഴ്സ് നോക്കാം. ഇൻറ്റാഞ്ചിബിലിറ്റി cannot be seen or touched. Heterogeneity. Heterogeneity എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി വേരിയസ് പേഴ്സൺ ടു പേഴ്സൺ. ഇൻസെപ്പറബിലിറ്റി എന്ന പ്രൊഡ്യൂസ്ഡ് ആൻഡ് കൺസ്യൂംഡ് അറ്റ് ദ സെയിം ടൈം. നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യും കൺസ്യൂം ചെയ്യുന്ന ഒറ്റ ടൈം തന്നെയായിരിക്കും. പെറിഷബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനോട്ട് ബി സ്റ്റോർഡ് ഓർ ഫ്യൂച്ചർ. നമുക്കിത് ഫ്യൂച്ചറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന സേവനങ്ങൾ എന്ന് പറയുന്നത്. ഡിഫറൻറ്റ് ബിറ്റ്വീൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസ് തമ്മിൽ വ്യത്യാസം എന്താണ്? ഗുഡ്സ് ടാഞ്ചിബിൾ ആണ്, സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്, ക്യാൻ ബി സ്റ്റോർഡ്, ക്യാൻ ബി റീസോൾഡ്. സർവീസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റാഞ്ചിബിൾ ആണ്, വേരിയബിൾ ആണ്, മാറ്റങ്ങൾ ഉണ്ടാവും, കാനോട്ട് ബി സ്റ്റോർഡ്, കാനോട്ട് ബി റീസോൾഡ്. ഇനി 7 P's ഓഫ് സർവീസ് മാർക്കറ്റിംഗ് മിക്സ്. സർവീസ് മാർക്കറ്റിംഗ് മിക്സിൽ 7 P's എന്തൊക്കെയാണ്? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, പീപ്പിൾ, പ്രോസസ്സ്, ഫിസിക്കൽ എവിഡൻസ്. ഇനി ഇത് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്? മെയിൻറ്റെയിനിങ് ക്വാളിറ്റി. ഒരു സർവീസ് നൽകുമ്പോൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ട്രെയിനിങ് മാൻ പവർ, മാനേജിങ് ഡിമാൻഡ് ആൻഡ് കപ്പാസിറ്റി, എൻഷുറിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. നെക്സ്റ്റ് യൂണിറ്റ് 18 റൂറൽ മാർക്കറ്റിംഗ്. റൂറൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു റൂറൽ കൺസ്യൂമേഴ്സ് ലിവിങ് വില്ലേജ് ആൻഡ് സ്മോൾ ടൗൺസിലോ വില്ലേജിലോ ഉള്ള ആൾക്കാർക്ക് നമ്മൾ ഗുഡ്സോ സർവീസസുകളോ മാർക്കറ്റ് ചെയ്യുന്നതിനെയാണ് റൂറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ലാർജ് ആൻഡ് സ്കാറ്റേഡ് പോപ്പുലേഷൻ ആയിരിക്കും ഈ റൂറൽ ഓർ സ്മോൾ ടൗൺസിൽ ഉണ്ടാകുന്ന ആൾക്കാർ. റൈസിങ് ഇൻകം ബട്ട് പ്രൈസ് സെൻസിറ്റീവ് ആയിരിക്കും. അവർ ഒരു സാധനമോ സർവീസസോ അവരെടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ റൂറൽ അല്ലെങ്കിൽ സ്മോൾ ടൗൺസിലെ ആൾക്കാർ, വില്ലേജ് അല്ലെങ്കിൽ സ്മോൾ ടൗൺസിലെ ആൾക്കാർ എന്താണ് പ്രൈസ് നോക്കിയിട്ടേ അവരെന്ത് ചെയ്യുള്ളൂ,
സാധനങ്ങളും സേവനങ്ങളും സ്വീകരിക്കുകയുള്ളൂ. ട്രഡീഷണൽ മൈൻഡ് സെറ്റ് ബട്ട് ചേഞ്ചിങ് ഗ്രാജുവലി. ഇപ്പോഴും പഴയ ഒരു ചിന്താഗതിയിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർ ചിന്തകളിൽ ചെറുതായിട്ട് മാറ്റം വരുന്നതേ ഉള്ളൂ. റാപ്പിഡ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ റോഡ്സ്, ഇലക്ട്രിസിറ്റി, മൊബൈൽ യൂസേജ്. ഈ വില്ലേജ് സ്മോൾ ടൗൺ ഏരിയകളിൽ എന്താണ് റോഡും ഇലക്ട്രിസിറ്റി മൊബൈൽ യൂസേജിലൊക്കെ എന്താണ് ചെറിയ റാപ്പിഡായ ഇമ്പ്രൂവ്മെൻറ്റ്സ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതാണ് റൂറൽ മാർക്കറ്റിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി റൂറൽ കൺസ്യൂമർ പ്രൊഫൈൽ എങ്ങനെയാണ്? ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫാമിലി, ഒപ്പീനിയൻ, ലീഡർ, കമ്മ്യൂണിറ്റി. അവിടെയുള്ള കൺസ്യൂമറിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ് വരുന്നത്? അവർ ഫാമിലി, ഒപ്പീനിയൻ, ലീഡേഴ്സും കമ്മ്യൂണിറ്റി വഴി എന്ത് ചെയ്യും? ഒരു സാധനമോ സേവനമോ സ്വീകരിക്കുന്നതിന് ഇൻഫ്ലുവൻസ്ഡ് ആവും. പ്രിഫർ സ്മോൾ പാക്സ്, വാല്യൂ ഫോർ മണി, ഡ്യൂറബിൾ പ്രൊഡക്ട്സ്. അവർ പ്രിഫർ എന്തായിരിക്കും? സ്മോൾ പാക്സ് ആയിരിക്കും. മണിക്ക് വാല്യുബിൾ ആയിട്ടുള്ള അവർ കൊടുക്കുന്ന പണത്തിന് വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അവർ വാങ്ങുകയുള്ളൂ. അതുപോലെ ഡ്യൂറബിൾ ഒരുപാട് നിൽക്കുന്ന പ്രൊഡക്റ്റുകൾ മാത്രമേ അവർ എന്തെങ്കിലും ചൂസ് ചെയ്യത്തുള്ളൂ. 4 A's ഓഫ് റൂറൽ മാർക്കറ്റിംഗ് എന്തൊക്കെയാണ്? അഫോർഡബിലിറ്റി, ലോ പ്രൈസസ്, സ്മോൾ പാക്കാണ് അവർ ചൂസ് ചെയ്യാം. അവൈലബിലിറ്റി, വൈഡ് ഡിസ്ട്രിബ്യൂഷൻ ഓർ ഡോർ സ്റ്റെപ്പ് സെല്ലിംഗ് ആയിരിക്കണം. അവയർനെസ്, ലോക്കൽ മീഡിയ, ഫെയർ, ഹാറ്റ്സ്, ഇതൊക്കെ വഴി നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റിനെ കുറിച്ച് പ്രൊമോഷൻ ചെയ്യണം. അക്സെപ്റ്റബിലിറ്റി, പ്രൊഡക്ട്സ് ഡിസൈൻഡ് ഫോർ റൂറൽ നീഡ്സ്. നമ്മൾ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോൾ റൂറൽ നീഡ്സിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന, അത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആയിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ഇത് ഒരു ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ഒക്കെയാണ്. പൂർ ഇൻഫ്രാസ്ട്രക്ചറാണ്. നമ്മൾ സിറ്റിനേക്കാട്ട് എന്താണ് റൂറൽ ഏരിയകളിൽ ഇൻഫ്രാസ്ട്രക്ചർ എന്താണ് താരതമ്യേന മോശം അവസ്ഥയിലാണ്. ലാംഗ്വേജ് ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഉണ്ട്. ലോ ലിറ്ററസി ഉണ്ട്. റെഗുലർ ഇൻകം പാറ്റേൺസ് ഇതും എന്ത് ചെയ്യുന്നുണ്ട്? എഫക്റ്റ് ചെയ്യുന്നുണ്ട് ബിസിനസ്സിനെ. നെക്സ്റ്റ്, യൂണിറ്റ് 19 എമർജിങ് ഇഷ്യൂ ഇൻ മാർക്കറ്റിംഗ്. എമർജിങ് ഇഷ്യൂസ് ഇൻ മാർക്കറ്റിംഗ്. റിലേഷൻഷിപ്പ് നമുക്ക് നോക്കാം. കൺസെപ്റ്റ് റിലേഷൻഷിപ്പ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം കസ്റ്റമർ റിലേഷൻഷിപ്പാണ്. കൺസ്യൂമറിസം എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റിംഗ് കൺസ്യൂമർ റൈറ്റ്സ് ആണ്. ഈ റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ സെൽ ഗുഡ്സ് ഓർ സർവീസസ് ഓൺലൈനാണ്. ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടിംഗ് യൂസിങ് ഡിജിറ്റൽ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നതാണ്. സോഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ഫോർ സോഷ്യൽ വെൽഫെയറിന് വേണ്ടി മാർക്കറ്റ് ചെയ്യുന്നതാണ്. ഗ്രീൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ഇക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സ്. നോക്കാം, ഷോർട്ടായിട്ടൊന്നുകൂടി നോക്കാം. റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോയാലിറ്റി ആൻഡ് റിട്ടൻഷനാണ്. കൺസ്യൂമറിസം എന്ന് പറഞ്ഞാൽ സേഫ്റ്റി, ഇൻഫർമേഷൻ ആൻഡ് റെഡ്രസൽ. ഇറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സാമ്പിൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക. സോഷ്യൽ മാർക്കറ്റിംഗ് എക്സാമ്പിൾ വരുന്നത് സ്വച്ഛ് ഭാരത്. ഗ്രീൻ മാർക്കറ്റിംഗ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇക്കോ ഫ്രണ്ട്ലി പാക്കേജിംഗ് ആണ്. റിലേഷൻഷിപ്പ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമറായിട്ട് റിലേഷൻഷിപ്പ് നമ്മൾ എന്താണ് നമ്മൾ അവരുമായിട്ടുള്ള നല്ലൊരു ബന്ധം നിലനിർത്തിക്കൊണ്ട് നമ്മൾ വിശ്വാസത്തെ വരുത്തിക്കൊണ്ട് അതിനെന്ത് ചെയ്യുന്നു? അതൊരു ലോങ് ടേം കസ്റ്റമർ റിലേഷൻഷിപ്പായി നിലനിർത്തുന്നു. കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസ്യൂമർ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ നൽകുകയാണ്. സേഫ്റ്റിയും ഇൻഫർമേഷൻസും റീഡ്രസ്സിലൊക്കെ നടത്തിക്കൊണ്ട്. ഇറ്റെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽക്കുന്നതാണ്. ആമസോണിൻ്റെ, ഫ്ലിപ്കാർട്ടിനേക്ക ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും ഇതിനകത്തില്ല. സോഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വച്ഛ് ഭാരത് വരുന്നത്. ഗ്രീൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോ ഫ്രണ്ട്ലി പാക്കേജിങ്, എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സ് കാര്യങ്ങൾ നൽകാൻ എക്സാമ്പിളാണ് എക്കോ ഫ്രണ്ട്ലി പാക്കേജിങ്. നമ്മൾ പ്ലാസ്റ്റിക്കൊക്കെ മാറ്റിയ നമ്മളെ പ്രകൃതിക്ക് ഇണങ്ങിയ രീതിയിൽ പാക്കേജിംഗ് ഒക്കെ നൽകുന്നത്. നെക്സ്റ്റ്, യൂണിറ്റ് 20 എമർജിങ് ഇഷ്യൂ ഇൻ മാർക്കറ്റിംഗ് 2. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ പ്രൊമോഷനാണ്. സോഷ്യൽ മീഡിയ ആഡ്സ് ആണ് എക്സാമ്പിൾ. ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ആണ്. ട്രേഡ് ഫെയർസ് ആണ്. എക്സ്പീരിയൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻ ആൻഡ് ബ്രാൻഡ് എക്സ്പീരിയൻസ് ആണ്. കാർ ടെസ്റ്റ് ഡ്രൈവ്സ് ജസ്റ്റ് വായിച്ചു പോകാനേ ഉള്ളൂ. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ മോട്ടിവേറ്റിംഗ് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ എംപ്ലോയി ട്രെയിനിങ്. ലൊക്കേഷൻ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഓഫർ ബൈ GPS ലൊക്കേഷൻ, നിയർ ബൈ സ്റ്റോർ പ്രൊമോഷൻസ്. AR VR വിർച്വൽ എക്സ്പീരിയൻസ്, വിർച്വൽ ഫർണിച്ചർ നമ്മൾ വിർച്വൽ എക്സ്പീരിയൻസിലൂടെ അത് യൂസ് ചെയ്തുകൊണ്ട് വിർച്വൽ ഫർണിച്ചർ ട്രൈ ചെയ്ത് നോക്കുന്നത്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പേഴ്സണലൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ, ഇമെയിൽ, SMS. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് ഷോർട്ട് ചെയ്തിട്ട് പറഞ്ഞു പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നുമില്ല. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ പ്രൊമോഷൻ, മീനിങ് അതിനർത്ഥം ഓൺലൈൻ പ്രൊമോഷനാണ്. അത് എക്സാമ്പിൾ എന്താണ്? സോഷ്യൽ മീഡിയ ആഡ്സ് ആണ്.
ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡയറക്റ്റ് ഇൻട്രാക്ഷനാണ് ട്രേഡ് ഫെയർസ്. എക്സ്പീരിയൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ബ്രാൻഡ് എക്സ്പീരിയൻസ്. അവരുടെ എന്താണ് ഇമോഷണൽ ബ്രാൻഡ് എക്സ്പീരിയൻസിലേക്ക് കാർ ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ട് അതിനോട് നമുക്ക് അതിനൊരു എന്താണ് കാർ ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ട് ഒരു എക്സ്പീരിയൻസിലൂടെ നമ്മൾ സാധനം വാങ്ങുന്നത്. ഇൻറ്റേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേറ്റിംഗ് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എംപ്ലോയി ട്രെയിനിങ്. ലൊക്കേഷൻ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഓഫർ ബൈ GPS ലൊക്കേഷൻ, നിയർ ബൈ സ്റ്റോർ പ്രൊമോഷൻസ്, ഇതൊക്കെയാണ്. വൈ ന്യൂ മാർക്കറ്റിംഗ് മെത്തേഡ്സ് ആർ റൈസിങ്? എന്തുകൊണ്ടാണ് പുതിയ മാർക്കറ്റിംഗ് മെത്തേഡ് വർദ്ധിച്ചു വരുന്നത്? നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെയും സ്മാർട്ട് ഫോൺസിൻ്റെയും വളർച്ച വർദ്ധിച്ചതോടുകൂടിയും കോമ്പറ്റീഷൻ, നമ്മുടെ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ വർദ്ധിച്ചതോടും കസ്റ്റമർ ഡിമാൻഡ് ഫോർ പേഴ്സണലൈസേഷൻ, കസ്റ്റമറിന് പേഴ്സണലൈസേഷന് വേണ്ടി അവർക്ക് ഓരോ വ്യക്തികൾക്കും അവരുടെ എന്താണ് നീഡിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഡിമാൻഡ് വർദ്ധിച്ചതോടുകൂടി, അതുപോലെ ടെക്നോളജി ആൻഡ് ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ് വന്നതോടുകൂടി, ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് എന്താണ് മാർക്കറ്റിംഗ് മെത്തേഡിൽ പുതിയ മാർക്കറ്റിംഗ് മെത്തേഡ് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഒരു ക്വിക്ക് റിവിഷൻ ചാർട്ട് നോക്കാം. സർവീസ് മാർക്കറ്റ് യൂണിറ്റ് 70 പറഞ്ഞ് സർവീസ് മാർക്കറ്റിംഗ് ആണ്. 7 Ps, IHIP, ചലഞ്ചസ്, ഇത്രയാണ് അതിനകത്ത് പഠിക്കാനുള്ളത്. 18 റൂറൽ മാർക്കറ്റിംഗ്, അതിൽ വരുന്നത് 4 As റൂറൽ കൺസ്യൂമർ ബിഹേവിയർ, ചലഞ്ചസ്. 19 വരുന്ന എമർജിംഗ് ഇഷ്യൂസ്, റിലേഷൻഷിപ്പ്, ഗ്രീനി, ഇറ്റെയിലിംഗ്, സോഷ്യൽ, എന്തൊക്കെയാണെന്നത് ആ ബോക്സിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാം 1 വേർഡ് ആൻസർ പോലെയുള്ളത്. നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ തന്നെ പോയി എക്സാമിന് എഴുതരുത്. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ നല്ലപോലെ ഒരു പേരാ പോലെ എഴുതാൻ പറ്റണം. എമർജിംഗ് ഇഷ്യൂ 2 ഡിജിറ്റൽ, എക്സ്പീരിയൻഷ്യൽ, F2F, AR, VR, ഇൻ്റർനെറ്റ്, ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചത് തന്നെയാണ്. പ്രത്യേകിച്ചിട്ടൊന്നും പുതുതായിട്ട് ഇതിനകത്ത് പറയുന്നില്ല.